ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ അനദർ വ്ളോഗ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വ്ളോഗ് എന്നല്ല, നാളെയും ഇന്നത്തെ വ്ളോഗ് ഒരുമിച്ചെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഫ്രണ്ടിനെ മൈസൂർ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ മൈസൂർ ജസ്റ്റ് കറങ്ങും. അപ്പോൾ വൺ ഡേ നമുക്ക് എങ്ങനെ കറങ്ങാം എന്നാണ് ഞങ്ങൾ കാണിക്കുന്നത്. ആൻഡ് ഇപ്പോൾ ഞങ്ങൾ അങ്കമാലി KSRTC ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 11 ആയിരുന്നു ഞങ്ങളുടെ 11 PM എന്നായിരുന്നു ഞങ്ങളുടെ ബസ്. പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഒരു 12:45 ഒക്കെ ആവുമെന്നാണ് പറയണേ. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ് ആ ടൈം വരെ. അപ്പോൾ ബസ്സിൽ കയറി ബാക്കി കാണിക്കാം. പിന്നെ ബസ് KSRTC AC ബസ്സാണ്. അപ്പോൾ അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, അറിയില്ല. അപ്പോൾ ശരി, ബൈ. വരാത്ത കാരണോട് ഞങ്ങൾ ഇപ്പോഴും സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. അച്ഛൻ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ ഉറങ്ങാറായി. ബോളും ഉണ്ട്, ബിനിയാൻറ്റി, അമ്മ, ആക്ച്വലി 11 മണിക്കാണ് ബസ്. പക്ഷെ ഇപ്പം 12 മണിയായി. ഇപ്പം ഞങ്ങൾക്ക് തോന്നുന്നു വളരെ ട്രാവൽ 1 ഡേ ട്രിപ്പ് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ അത് നടക്കില്ല എന്ന് തോന്നണേ. നിങ്ങളെ കൊണ്ടുവന്നാക്കിയിട്ട് അതുപോലെ തിരിച്ചു വരേണ്ടി വരും. നാളെ ഞങ്ങൾക്ക് ഒരു വൈകുന്നേരം 5 PM KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരിച്ചു വരേണ്ട ടൈമിങ്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ കറങ്ങാനായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത്. ബട്ട് ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് വിൽ വർക്ക് ഓർ നോട്ട്. നമുക്ക് നോക്കാം. ഞങ്ങൾ മൂഞ്ചി 1 മണിയായിട്ടും ഇതുവരെ ബസ് വന്നിട്ടില്ല. എങ്ങനത്തെ ബസ്സായാലും ഞങ്ങളുടെ മൈസൂർ ട്രിപ്പ് KSRTC ബസ് സ്റ്റാൻഡിൽ അവസാനിക്കുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഈ പോക്ക് പോയാൽ ഇങ്ങനെയായിരിക്കും. മൈസൂർ ട്രിപ്പ് എങ്ങനെയുണ്ട്? ഗൈസ്, അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇപ്പോൾ ബസ് എത്തണ വക്കിലെത്തി. ഇപ്പോൾ സമയം 1:30 ആവാറായി. ആൻഡ് ബസ് എത്തും ഇപ്പം തന്നെ. എത്തിയാൽ മതിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടില്ല. 8:10 ടൈം. അപ്പോൾ ഞങ്ങൾ സുൽത്താൻ ബത്തേരിയിൽ എത്തിയിട്ടുള്ളൂ. പക്ഷെ നല്ല റിഫ്രഷിങ് ആണ്. ഇപ്പോൾ ഇത്ര നേരം ഇറങ്ങിയിട്ട് ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. അങ്ങനെ കേരള സ്റ്റേറ്റ് ബോർഡർ കഴിഞ്ഞ് കർണാടക ബോർഡറിലെത്തി. ഇടയ്ക്കിടയ്ക്കുണ്ടല്ലോ നമ്മളിതുപോലെ റോഡുകളിലൂടെ പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകണം. അതിൻ്റെ ഒരു രസം വേറെ തന്നെയാണ്. എന്നുവെച്ചാൽ ഒരു കാംനെസ് കിട്ടും. ഹായ് ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കഴിക്കാണ്. ചെറിയ സെറ്റപ്പുള്ള സ്ഥലമാണ്. ഞങ്ങൾ 5 നെയ് റോസ്റ്റ് പറഞ്ഞേക്കാണ്. വെയിറ്റിംഗ് ഫോർ ആർ നെയ് റോസ്റ്റ്. ഈ നമ്മുടെ നെയ് റോസ്റ്റ് റെഡി. എല്ലാവരുടെയും ചായ റെഡി. ചമ്മന്തി ഡിപ്പ് ചെയ്ത് നോക്കിയില്ല അവിടെ. ഓക്കെ ചമ്മന്തി അത്ര പോരാ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ മൈസൂർ എത്തി. അപ്പം ഞങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത്. അപ്പം ആദ്യം ഇൻഫോസിസ് പോയിട്ട് സമയമുണ്ടെങ്കിൽ കറങ്ങും. അമ്മയാണെങ്കിൽ ഹിന്ദിയിൽ സംസാരിക്കണേ ഗൈസ്. അയ്യോ, have you heard about St. Philomena's? Is that near? Open. This palace and St. Philomena's church are near. Near 5 kilometers. Okay. Near palace. But the thing is that palace will not be open right now. Open. Palace open. Palace will be open. Sunday open. So I think it's good for going to palace, then going to St. Philomena's church. And I think Triple R is also near that. Near. Then one shopping place. Santomila church and palace timings. അങ്ങനെ ഞങ്ങൾ ഇൻഫോസിസിലെത്തി. മകളെ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ്. ആൻഡ് ഇൻഫോസിസ് ഇസ് സോ ബിഗ്. ജമ്മു
ഇത് കണ്ടോ, ഇത് ഭയങ്കര വലുതാണ്. ഇൻഫ്രാസ്ട്രക്ചർ സോ ബിഗ്. കുറേ പിള്ളേരുണ്ട്. പക്ഷെ നമുക്ക് എന്ത് വലിയ ക്യൂ അവിടെയാണ് ഗൈസ്. ഈ കാണുമ്പോൾ നീണ്ട ക്യൂ ആണ്, നീണ്ട ക്യൂ. ഇത്രയും കോമ്പറ്റീഷനുള്ള സ്ഥലമാണ്, മനസ്സിലായില്ലേ? ആൻഡ് ഇതൊരു ചെറിയ ബിൽഡിംഗ് മാത്രം. അവിടെ ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ മൈസൂരിലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഹോട്ടൽ RRRലെത്തിയിരിക്കുകയാണ്. ആൻഡ് ഐ ഷോ യു. ഇതാണ് ഇവിടുത്തെ ഹോട്ടൽ. ഇവിടെ എത്താൻ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ റീസെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത് ഹോട്ടലാണ് RRR. സോ ഫൈനലി ഞങ്ങൾക്ക് തിരിച്ചു. ഭയങ്കര തിരക്ക്. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും ഇല വന്നു. നമ്മുടെ ചിക്കൻ ബിരിയാണി, നമ്മുടെ സൈഡ് സാലഡ്, ഇത് നമ്മുടെ മട്ടൺ ബിരിയാണി, ചിക്കൻ സൈഡ്, ഇത് നമ്മുടെ സാലഡ്. അറിയില്ല, കഴിച്ചിട്ട് പറയാം. അപ്പം ഞാൻ ആദ്യം ഇപ്പോൾ ഇതാണ് നമ്മുടെ മട്ടൺ ബിരിയാണി. എന്തത് പിന്നെ പായസം ഒന്നുമില്ല. ഇതെന്താ നമുക്ക് നോക്കാം. എന്താ തക്കാളി ഒരു ആന്ധ്ര സ്റ്റൈല് അല്ലേ? ആന്ധ്ര സ്റ്റൈൽ ടേസ്റ്റുള്ള ചമ്മന്തിയാണ് ആക്ച്വലി. നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു മട്ടൺ ബിരിയാണി. നമ്മൾ കബാബാണ്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ കബാബ് എങ്ങനെയാണ് ടേസ്റ്റ് നോക്കാം. നല്ല സോഫ്റ്റ് റൈസ്. ഇതൊക്കെ ആന്ധ്ര സ്റ്റൈലാണ്. മൈസൂർ ഫുൾ നമ്മളിപ്പോൾ ഗുരു സ്വീറ്റ്സിലോട്ട് പോകണം. ദ മോസ്റ്റ് ഫേമസ് സ്വീറ്റ് ഇൻ മൈസൂർ. ഓട്ടോയിലൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണേ. പിന്നെ കുറേ നോയ്സ് ഉണ്ടാവും. ബട്ട് പ്ലീസ് എൻ്റെ വോയിസ് കേൾക്കാൻ പറ്റില്ലെങ്കിൽ പ്ലീസ് എക്സ്ക്യൂസ് മീ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഗുരു സ്വീറ്റ്സിൻ്റെ ഉള്ളിൽ കയറി. നല്ല തിരക്കാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇതിന് എങ്ങനെ മേടിക്കും എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നമ്മൾ ഈ കാജു പിസ്ത എനിക്കത് ഇത് വേണം. Oh my god. ഏറ്റവും ലാസ്റ്റ് വെയിറ്റ് എത്രയാണ്? How much you will give us? 250. എന്താണ് ഒരു കിലോക്ക് 850. ഞാൻ കാൽക്കുലേഷൻ മോശം. എന്നിട്ട് നിങ്ങളുടെ ചോദിച്ചിട്ട് മനസ്സിലായില്ല. അത് ഒരു ഇതായിട്ടാണ്. അതാണ് ഇത് മൈസൂർ പാക്ക്. എന്ത് കൺഫ്യൂഷൻ അറിയോ? ഒത്തന്റിക് മൈസൂർ പാക്കാണ് ഇവിടെ കാണുന്നത്. ഒത്തന്റിക് അതാണ് ഇത്ര ക്യൂ. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഒരു മൈസൂർ പാക്കിന്റെ കഷ്ണം വാങ്ങിച്ചു. പക്ഷെ എനിക്ക് അതിൻ്റെ അടുത്ത് പോലും പോകാൻ പറ്റില്ല. ഞങ്ങൾ വേറെ ആൾക്കാരെയും കൊണ്ട് വാങ്ങിപ്പിച്ചതാണ്. നമുക്കിങ്ങനെ സാമ്പിൾ ട്രൈ ചെയ്യാൻ പറ്റുമോ? ഗൈസ്, കഷ്ടപ്പെട്ട് ഞാനൊരു സാമ്പിൾ മേടിച്ചു. സാമ്പിൾ
എൻ്റെ അമ്മോ നോക്കത്തെ ടേസ്റ്റ്. സാമ്പിൾ അടിച്ചതാ ഞാൻ. ഞങ്ങൾ കിടിലൻ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ്. കുറച്ച് കിട്ടിയുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനായ എന്ത് സിൽക്സ് ആണോ, സുമംഗലി സിൽക്സിലോട്ട് വന്നു. നോൺ ഫോർ സാരി. സോ ലെറ്റ്സ് ചെക്ക്. നല്ലൊരു റോയൽ ലുക്ക് ഉണ്ട് ഉള്ളിൽ കയറിപ്പോൾ തന്നെ. വിൽ സീ ദ സാരീസ്. ഓക്കെ, ഇട്ട മേക്കപ്പ് ഒക്കെ പോയി ഗൈസ്, ഒക്കെ പോയി. എൻ്റെ ഒറിജിനൽ കോലം. ഇവിടെ വരാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം കാണിച്ചത് റിനേയും അമ്മയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ ലൊക്കേഷൻ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഒരു കിഡിലൻ സാരി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. അതെന്ത് എന്ത് എന്തതിൻ്റെ പേര്? ബനാറസി സാരിയാണ്. സോഫ്റ്റ് ആണല്ലേ. കുറേ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ദിസ് ഇസ് വെരി വെൽ നോൺ ഫോർ സാരി. ഇതിപ്പോൾ സോഫ്റ്റ് ഓപ്പണിംഗ് സോഫ്റ്റ് ലോഞ്ച് വന്നിട്ടുള്ളൂ അല്ലേ. നമ്മളിനി ഇതിൻ്റെ മുകളിലത്തെ ഫ്ലോറിലോട്ടാണ് പോകുന്നത്. അവിടെ ഇതിലും അടിപൊളി കളക്ഷൻസ് ഉണ്ടെന്നാണ് കേട്ടെ. സോ ഇതുണ്ട്, അത് ഇത്ര വലിയ സ്ഥലമാണ്. സോ ബിഗ് ബിൽഡിങ്. അപ്പോൾ മൈസൂർക്ക് പറഞ്ഞ എല്ലാവരും സുമംഗലി സിൽക്സിലോട്ടേക്ക് കയറിക്കോളൂ. യു ലൈക്ക് ഇറ്റ് ലേഡീസ്, യു ലൈക്ക് ഇറ്റ് ഗായ്സ്. ഇതാണ് നമ്മുടെ ഒറിജിനൽ മൈസൂർ സിൽക്ക് സാരി. ഇതിൻ്റെ പ്രൈസ് എത്രയാ? 5,000. എന്നാൽ ഞാൻ കാണിച്ച ഇൻസ്റ്റാഗ്രാമിൽ അതേ കൂടുതലായിരുന്നു. ചില 120 Gs ആണ്. പ്ലെയിൻ വിത്ത് ചെക്സ്, ചെക്സ് വിത്ത് പ്ലെയിൻ. ഇത് സെൽഫ്, ദിസ് വൺ ഇസ് കോൺട്രാസ്റ്റ്. കോൺട്രാസ്റ്റ് വിത്ത് ഓറഞ്ച്. 5,000 ബ്ലാക്ക്. എനിക്ക് ആ പച്ച ഇഷ്ടപ്പെട്ടു. 60 Gs ആണ്. ഞാൻ താഴെ ഇതാ കുറേ കാര്യങ്ങൾക്ക് ശേഷം എനിക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടു. നമുക്ക് നോക്കാം നല്ലതാണ്. ഇതാണ് നമ്മുടെ മസ്റ്റർഡ് യെല്ലോ. ഇങ്ങോട്ട് നോക്കിയാൽ ഐ തിങ്ക് നല്ലതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതാണ് കളർ. എല്ലാവർക്കും ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. അടിപൊളി. നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടെ? യെല്ലോ ഓർ ഓറഞ്ച്? ഇതാണ് ഇപ്പോഴത്തെ കൺഫ്യൂഷൻ. ആര് തീർത്തരും ഈ കൺഫ്യൂഷൻ? ഫൈനലി ഗൈസ്, ഇതാണ് ഞങ്ങൾ സെലക്ട് ആക്കിയത്. ഹാപ്പി ആയില്ലേ? നമ്മുടെ അടുത്ത ലൊക്കേഷനാണ് സെൻറ്റ് ഫിലോമിനാസ് ചർച്ച്. എത്ര കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഈ ഓട്ടോൻ്റെ ഉള്ളിൽ ഇരിക്കണമെന്ന് നിങ്ങൾക്കറിയോ? എഗൻ ഞാൻ ശരിയെന്തല്ല, എൻ്റെ കാല് എനിക്ക് എവിടെയും വെക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് നമ്മുടെ സെൻറ്റ് ഫിലോമിനാസ് ചർച്ച്. ഇറ്റ്സ് ആസ് ബ്യൂട്ടിഫുൾ ആസ് ഇറ്റ് ലുക്സ്. കണ്ടോ എന്ത് വലിയ പള്ളിയാ, ഒരു വെസ്റ്റേൺ സ്റ്റൈൽ പള്ളി പോലെ. ഹായ് ഗൈസ്, നമ്മളങ്ങനെ സെൻറ്റ് ഫിലോമിനാസ് ചർച്ച് ടിപ്പ് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകുന്നത്. നല്ല രസമുണ്ട് ഈ പള്ളി കാണാൻ. എന്ത് വലുതാ. അങ്ങനെ ഞങ്ങൾ സെൻറ്റ് ഫിലോമിനാസ് ചർച്ച് കയറി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് ഞങ്ങളുടെ പോണ പാലസിലോട്ട്. അതായത് 15 മിനിറ്റിനുള്ളിൽ പാലസിലെത്തും. കൃത്യം 1 hour. അപ്പോഴേക്കും ഞങ്ങളുടെ ബസ് എത്തും. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് ഖത്തം. ആൻഡ് നമ്മൾ മൈസൂർ പാലസിലെത്തിയിരിക്കുകയാണ്. ഹായ്. അങ്ങനെ ഞങ്ങൾ പാലസിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു. എൻ്റെ പൊന്നോ, ഇതിന് ഒരു സ്ഥലത്ത് കൊണ്ടുപോയാണ്ടല്ലോ വായ അടയ്ക്കാനായിട്ട് എന്താ ചെയ്യണ്ടേന്ന് ആലോചിക്കണം. അല്ല അമ്മ, ഇടുക്കില്ല അല്ലേ? ഇത് ദസറ സ്പെഷ്യലാണ്. ദസറ സ്പെഷ്യൽ ലൈറ്റിങ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. എങ്ങനെയുണ്ട് സ്ഥലം? ഇഷ്ടപ്പെട്ടോ? അടിപൊളി സ്ഥലം. അതിലെടുക്കാൻ പാടില്ല. അതെ.
നോക്കാം ദസറ സ്പെഷ്യലായിട്ട് എന്തൊക്കെ ഉണ്ടെന്ന്. ഓക്കെ, നോക്ക് എന്ത് തിരക്കാ നോക്കിയേ. പക്ഷെ നോക്ക് എന്ത് രസം അവരുടെ ഗാർഡൻ. ഒരു എത്നിക് ഡ്രസ്സ് ഇട്ടെങ്കിൽ ഞാൻ കിടിലൻ ഫോട്ടോസ് എടുത്തായിരുന്നു. ഞാൻ അങ്ങനത്തെ സെറ്റപ്പ് അല്ലാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് നമുക്ക് ഈ യൂട്യൂബ് വീഡിയോ സജസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഫോട്ടോ എടുത്തോ? അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ കേട്ടോ ഗൈസ്. നിങ്ങളിങ്ങനെ ചെടി കണ്ട് വട്ടായ ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? കാണിച്ചു തരാം. എന്താ റിനിയാൻ്റെ 2-3 ബിനിയാൻ്റെ 2-3 തൈ പറിച്ചിട്ട് പോ. ചെടി കണ്ട ഇവരുടെ എക്സൈറ്റ്മെന്റ് കണ്ടില്ലേ? ഇങ്ങനെ അവർ ഈ ചെടികൾ കണ്ട് ഇങ്ങനെ പുളകം കൊള്ളുകയാണ്. നിങ്ങളുടെ ഫോട്ടോ ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ചെടിയുടെ ഒപ്പമുള്ള ഫോട്ടോ ആണോ അല്ലേ? ചെടിയുടെ ഒപ്പമുള്ള ഫോട്ടോ എടുത്തില്ല, വേഗം ഫെസ്റ്റിവലാണ്. നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്രയ്ക്കും ഭംഗിയാണ് ഗൈസ്, അത്രയ്ക്കും ഭംഗി. കമോൺ കമോൺ കം ടു മൈസൂർ ഗൈസ്. ഇന്ന് ഇവിടെ ഒരു കിഡിലൻ എന്താ പറയുക ഷോ ഉണ്ടായിരുന്നു, ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. ബട്ട് നമ്മുടെ ടൈമിംഗ് ശരിയല്ല. നമ്മുടെ ടൈമിംഗ് ശരിയാകാത്തത് കൊണ്ട് നമ്മളിപ്പോൾ മൈസൂർ പാലസിനോട് വിട പറയുകയാണ്. നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. 120 രൂപ കൊടുത്തിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയില്ല, കാരണം ഞങ്ങൾക്ക് ഒട്ടും സമയമില്ല. പക്ഷെ നമ്മൾ ഉള്ളത് വെച്ച് ഓണം പോലെ ആണല്ലോ. ഓ, ഇത് എന്തൊരു വലിയ പാലസ്, ഇത് എന്തിനാ ഇത്രയും അല്ലേ? നിങ്ങൾ തന്നെ പറയൂ, ഇത്രയും വലിയ പാലസ് എന്തിനാണ് ഒരു രാജാവിന്? അല്ല മമ്മി, മമ്മിക്ക് തോന്നണില്ലേ? അതിൻ്റെ ഉള്ളിൽ റൂംസ് ഒക്കെ കാണണ്ടേ? അല്ല അതിന്റെ റൂമൊക്കെ കാണിക്കും അതിന്റെ ഉള്ളില്. അധികം കാണിക്കൂല, അങ്ങനെ അപ്പുറത്തേക്ക് കാണിക്കില്ല. ഇപ്പൊ പുറത്തേക്ക് മാത്രമേ. പണ്ടത്തെ +1 +2 മെയിൻ അട്രാക്ഷൻ ആണ് മൈസൂർ പാലസ്. യെസ്, ഞാൻ പക്ഷെ ഇതുവരെ പോയിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാ. സ്കൂളും ഇങ്ങോട്ട് കൊണ്ടുപോയില്ലാവോ? ഞാൻ കൃത്യം എന്താ പറയാ പോയപ്പോഴാണ് അങ്ങോട്ട് പോയത്. സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോ 10ാം ക്ലാസ് +1 +2 എല്ലാം ബാച്ചുള്ളത്. പിന്നെ കോളേജും കോളേജ് മൈസൂർ പാലസിലോട്ട് പോകാറുണ്ടോ? ചില ആൾക്കാർ പോകും, ചില കോളേജിൽ പോകും. ഗായ്സ്, അങ്ങനെ ഞങ്ങളുടെ വ്ളോഗ് അവസാനിക്കുകയായി. ഞങ്ങളിപ്പോൾ എക്സിറ്റ് ചെയ്യാൻ പോവാണ് പാലസിൽ. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ മൈസൂർ വ്ളോഗ് അലമ്പിയ എന്നാൽ അലമ്പാത്ത മൈസൂർ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ, കമൻറ്റ്. ബൈ പറ. ബൈ.